ഹൃദയം പങ്കുവെക്കുന്ന സുഹൃത്തുക്കളായിരുന്നു അവർ. യാത്രകൾ പ്രിയമുള്ളവർ. ജൂൺ 4-ന് അതിരാവിലെ മറ്റു കൂട്ടുകാർക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ വന്നതാണ്. കളിയെല്ലാം കഴിഞ്ഞ് കടൽ വെള്ളത്തിൽ പന്തു കഴുകാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. മുങ്ങിത്താഴുന്നതിനിടെ ഒരു കൈ സുഹൃത്തിന് കിട്ടിയിരുന്നു. പക്ഷേ അടിച്ചു കയറിയ വലിയ തിര രണ്ടുപേരെയും ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് ഈ രണ്ടാൾക്ക് ഹെൽമെറ്റ് നിർബന്ധമാക്കിയതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വണ്ടിയുണ്ട്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹെൽമെറ്റേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അന്നാണ് ഒരു ഫ്രണ്ടിൻ്റെ കാക്കൻ്റെ നിക്കാഹുണ്ട്. അപ്പോൾ അതായപ്പോൾ ഇനി പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അന്ന് ലാസ്റ്റായിട്ട് കളിച്ചിട്ട് വരാൻ വെച്ച് അന്ന് രാവിലെ പോയതാണ്. പിടിച്ച് ഇവിടെ എത്തിച്ചായിരുന്നു. പെട്ടെന്ന് ഒരു തല വന്നപ്പോൾ കൈമന്ന് വിട്ടുപോയി. ഞാൻ ആദ്യം പിടിച്ച് എടുത്തി. ഞാൻ ആദ്യം ബാക്കിൽ നിന്നു ഞാൻ ആദ്യം പിടിച്ച് മുന്നിലേക്ക് എത്തിച്ചേരുന്നു. പെട്ടെന്ന് തല വന്നപ്പോൾ മറിഞ്ഞുപോയി. എലിൻ്റെ കൈ വിട്ട് ഞാൻ അങ്ങോട്ടും പോയി, അങ്ങോട്ടും ബാക്കോട്ടും പോയി. ഇതോടെ കുടുംബം തീരാ ദുഃഖത്തിലായി. മക്കളെ ഓർത്ത് കരഞ്ഞു തളർന്നിരിക്കുന്നു ഉമ്മമാർ. പക്ഷെ അന്ന് കടൽ നല്ല റഫാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവിടെ ചൂണ്ടിടാനൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർ നമ്മൾ ആപ്പ് ഉണ്ടല്ലോ അത് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അവർ പറയുന്നത് അന്ന് കടൽ നല്ല റഫായതുകൊണ്ടാണ് അന്ന് നമ്മൾ ചൂണ്ടിടാൻ വരെ ഞങ്ങൾ പോകാത്തത്. അവിടെ കോഴിക്കോട് അവിടെ നമുക്ക് വല്ലാണ്ട് അറിയുന്നില്ല. പക്ഷെ അവർ പറഞ്ഞത് കടലിൻ്റെ ഉള്ളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, ഉൾക്കടലിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇതാണ്. പിന്നെ അവിടെ കുറേ ഈ മത്സ്യം പിടിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ കടലിൽ നിന്ന് പ്രാന്ത് ഇളകിയിട്ടുണ്ടെന്ന് അവർ പറയും. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ ജസ്റ്റ് ബീച്ച് കണ്ടുപോരുക എന്നുള്ളതല്ലേ ഉള്ളൂ. കടലിൽ രക്ഷാപ്രവർത്തനത്തിന് സംവിധാനങ്ങളൊന്നുമില്ലാതെ സർക്കാർ ഫോഴ്സുകൾ നിസ്സഹായരായി നിന്നത് ദുഃഖത്തോടെ ബന്ധുക്കൾ ഇന്നും ഓർക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ. രാത്രി വൈകിയാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.